ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ മറ്റൊരു വിഷയം നമ്മൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധർക്ക് സാധ്യം, അശുദ്ധർക്ക് അസാധ്യം. ഏതൊക്കെയാണ് വിശുദ്ധർക്ക് സാധ്യമാകുന്നത്, അശുദ്ധർക്ക് അസാധ്യമാകുന്നത്? അക്കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മയായി സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗമായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികളുടെ ശക്തി വിശ്വാസത്തിലാണ്. വിദ്യാഭ്യാസത്തിലല്ല, വിശ്വാസത്തിൽ. ആത്മീയമായിട്ടുള്ള വിശ്വാസ ജീവിതത്തിലാണ് ക്രിസ്ത്യാനികൾ ശക്തി കണ്ടെത്തുക. അല്ലാതെ നമ്മുടെ സാമ്പത്തിക കൊഴുപ്പോ പഠനത്തിൻ്റെ വിജയമോ കൂട്ടുകാരുടെ ബലമോ ഇതൊന്നുമല്ല. ക്രിസ്ത്യാനിയുടെ ശക്തി വിശ്വാസം. നമ്മൾ എത്രമാത്രം വിശ്വാസികളായി തീരുന്നോ അത്രമാത്രം നമ്മൾ ശക്തരായി മാറും, ആത്മീയ കരുത്തുള്ളവരായി മാറും. ചില വചനഭാഗങ്ങൾ എടുക്കാം. മർക്കോസ് 9:23 പഠിപ്പിക്കുന്ന എന്താ? വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. എന്തെങ്കിലും നമുക്ക് അസാധ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവിടെ വിശ്വാസം വളരേണ്ടതുപോലെ വളർന്നിട്ടില്ല. കാരണം വചനം പറയാണ് വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. ഇത് ഏതാനും പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ ദിവസം കടത്തിവിടുന്നൊന്നും അല്ല കേട്ടോ. വിശ്വസിക്കുന്നവർക്ക്, യഥാർത്ഥ വിശ്വാസം ജീവിതത്തിലുള്ള വ്യക്തികൾക്ക് സകലതും സാധ്യമാണ്. മർക്കോസ് 16:15 മുതൽ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവര് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ. ഇനി അവരെ ഒരു ദുഷ്ടശക്തിക്കും തകർക്കാനോ തൊടാനോ പറ്റില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. നമുക്ക് വേണ്ടത് എന്താ? വിശ്വാസം. കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് യഥാർത്ഥ വിശ്വാസത്തോടെ ജീവിച്ചു മുന്നേറുന്നവരെ സാത്താന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ക്ഷുദ്രജീവികൾക്ക് തകർക്കാൻ പറ്റത്തില്ല. അവിടെയെല്ലാം ദൈവം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കും. ഇവയുടെ മേൽ ഒരധികാരം ദൈവം നൽകുന്നു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. യാക്കോബ് 5:15 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിക്കുന്ന കാര്യം കർത്താവ് ചെയ്തോളും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനും തയ്യാറായാൽ മതി, ബാക്കി കർത്താവ് ചെയ്യും. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളല്ലേ, പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അപ്പോസ്തലന്മാര് കർത്താവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ചു, കർത്താവ് കൂടെ നിന്ന് അടയാളങ്ങൾ കൊണ്ട് ആ വചനം സ്ഥിരീകരിച്ചു. ഇതാണ് മർക്കോസ് 16 അവസാന വചനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. ഇതെല്ലാം ദൈവം ചെയ്തിരിക്കും. വാഗ്ദാനം നിറവേറ്റുന്ന കർത്താവ് ഇതെല്ലാം ചെയ്യും. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ മതി. മത്തായി 21:22 വചനങ്ങൾ എടുത്താലോ? വിശ്വാസത്തോടെയാണ് നിങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ, അതോടൊപ്പം സംശയിക്കാതിരിക്കണം. സംശയം കലർന്ന വിശ്വാസമല്ല, ആ കലർപ്പില്ലാത്ത വിശ്വാസം, സജീവ വിശ്വാസം. ആ വിശ്വാസത്തോടെയാണ് നിങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ ഈ മരം ഇവിടെ നിന്ന് മാറും, ഈ മല ഇവിടെ നിന്ന് മാറും, നിങ്ങൾ കൽപ്പിക്കുന്നിടത്തേക്ക് അത് മാറിപ്പോക്കോളുന്നു. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ശക്തിയെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് ശക്തി എന്ന് പറയുന്നത് വിശ്വാസം. നല്ല വിശ്വാസത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിശ്ചയമായിട്ടും അവരിൽ ദൈവിക ശക്തി പ്രകടമാകും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസിയുടെ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധിയിൽ അടങ്ങിയിരിക്കുന്ന, വിശുദ്ധിയുള്ള വിശ്വാസിയിലാണ് ഈ ശക്തി പ്രകടമാകുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 എടുത്താലോ? വിശുദ്ധി അജയമായ ഒരു പരിചയമാണ്. അപ്പം ആ വിശുദ്ധി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശക്തരായിരിക്കും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ശക്തി വെളിപ്പെടുത്തിയിരിക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ജ്ഞാനം 6-ാം അധ്യായം 10-ാമത്തെ വചനം വായിച്ചാലോ? വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരാകും. നമ്മുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ മതി. നന്നായിട്ട് വിശുദ്ധ ബലി തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ബലിയർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന്. അവര് വിശുദ്ധരാകും എന്നുള്ളത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. സാംസന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ സാംസന്റെ ശക്തി എത്ര വലുതായിരുന്നു! കാരണം അവൻ്റെ ജീവിത വിശുദ്ധി, അവൻ്റെ ജനനം തന്നെ എങ്ങനെയായിരുന്നു, അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടത് തന്നെ എങ്ങനെയായിരുന്നു? വിശുദ്ധിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ ശക്തി പ്രകടമായി. ശക്തി ചോർന്നു പോയത് എപ്പോഴാണ്? അശുദ്ധിയിലേക്ക് പോയപ്പോൾ.
അശുദ്ധമായ കാര്യങ്ങളിൽ വ്യാപരിച്ചപ്പോഴാണ് ആ ശക്തി അവന് നഷ്ടമായത്. എസെക്കിയേൽ 43:12 വചനം, സങ്കീർത്തനം 93:5 വചനം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആലയ നിയമം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. നമുക്കറിയാലോ, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ട് തന്നെ ആലയ നിയമം വിശുദ്ധിയാണ്. ആലയത്തിൻ്റെ ഉള്ളും പരിസരങ്ങളും വിശുദ്ധമായിരിക്കണം എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, വിശുദ്ധരിൽ പ്രകടമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വൻ ശക്തി വിശുദ്ധരിൽ പ്രകടമായി. അപ്പോസ്തല പ്രവർത്തനം 3, പത്രോസിന്റെ കാര്യം, ഒരു മുടന്തന് സൗഖ്യം നൽകുന്നത് കാണാൻ പറ്റും. 5:15 പത്രോസിന്റെ നിഴലടിച്ചത് രോഗികൾക്ക് സൗഖ്യം കിട്ടി. 9-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ മരിച്ചു കിടന്ന തബീത്തായെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന പത്രോസിനെ കാണാൻ പറ്റും. അപ്പൊ എത്ര വലുതായിരുന്നു അവനിൽ പ്രകടമായ ശക്തി! കാരണം അവൻ ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വിശ്വാസത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പൗലോസിന്റെ കാര്യം നോക്കിയാലോ, അപ്പോസ്തല പ്രവർത്തനം 14 നമ്മൾ കാണുന്നുണ്ട് ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്ന പൗലോസ്. 19:11 മുതൽ വായിച്ചാൽ പൗലോസിന്റെ ശരീര സ്പർശനമേറ്റ തൂവാല അടുത്തോട്ട് കൊണ്ടുവന്നത് അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ അലറി വിളിച്ചു. രോഗികൾക്ക് സൗഖ്യമുണ്ടായി. വിടുതലും സൗഖ്യവും ആ തൂവാല വഴി പോലും ഉണ്ടായി എന്നുള്ളത്. വീണ്ടും 20-ാം അധ്യായം 7 മുതൽ വായിച്ചാൽ യൗത്തിക്കോസ് മരിച്ചു കിടന്നവനാണ്. അവന് പുനർജീവൻ നൽകാനായിട്ട് പൗലോസിന് കഴിഞ്ഞത് നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കാൻ പറ്റും. എലീഷായുടെ കാര്യം നോക്കിയാലോ, മരിക്കുന്നതിന് മുമ്പും മരണാനന്തരവും ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ അവനിലൂടെ സംഭവിച്ചതായിട്ട് കാണാൻ പറ്റും. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ വിധവയുടെ എണ്ണ വറ്റാതിരുന്ന സംഭവം. 5-ാം അധ്യായം അവന് കുഷ്ഠരോഗിയായ നാമാനെ സുഖപ്പെടുത്തുന്ന ആ ഒരു രംഗം. ഈ മരണാനന്തരവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 2 രാജാക്കന്മാർ 13:20 വായിച്ചാൽ ഇവര് ഡെഡ് ബോഡി ആയിട്ട് പോയവരാണ്. ചേതനയേറ്റ ശരീരവുമായിട്ട് പോയവര് ശത്രുക്കൾ വരുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ബോഡി അവിടെ എറിഞ്ഞിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. ഇത് പോയി വീണത് എലീഷായുടെ ശവകുടീരത്തിലാണ്. അവന്റെ അസ്ഥി സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ ഇല്ലാതിരുന്ന ആ ബോഡിക്ക് ജീവനുണ്ടായി എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുക. നമ്മൾ വിശുദ്ധരായി ജീവിച്ചാൽ എന്തുമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റും. അശുദ്ധർക്ക് ഈ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് ഒരു തീരുമാനമെടുക്കുകയാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ. നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന, അശുദ്ധിയിൽ കെട്ടിയിട്ടിരിക്കുന്ന സകല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ, വിശുദ്ധിയുള്ള വിശ്വാസമുള്ള ദൈവമക്കളായി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുത്ത് അതൊരു ഉണ്ണീശോയ്ക്ക് ഉമ്മയായി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.